ആരും ഇഷ്ടമാണെന്ന് പറയാതിരുന്നതുകൊണ്ടും ഇനി ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുകയില്ല എന്നുറപ്പിച്ചതുകൊണ്ടും ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ഉപേക്ഷിച്ച് ഏകാന്തതയുടെ തടവിലേക്ക് നടന്നു നീങ്ങിയ ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ഞാൻ നോക്കുമ്പോൾ പലായനം ചെയ്യുന്ന കറുത്ത മേഘങ്ങളെ കാണുമ്പോൾ, അവയിൽ കണ്ണുനീരിൻ്റെ നനവുകൾ കാണുമ്പോൾ, നഷ്ടപ്പെട്ടു പോയ അതിമനോഹരമായ ജീവിതത്തിൻ്റെ ശവപ്പറമ്പിലൂടെ അവർ മേയുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നോവിൻ്റെ നേർത്ത പക്ഷിച്ചിറകടികൾ കേൾക്കാം. ജീവിതമെന്ന് പറയുന്നത് അകന്നു നിൽക്കേണ്ടതല്ല, ചേർന്നു നിൽക്കേണ്ടതാണ്. അകറ്റി നിർത്തേണ്ടതല്ല, ചേർത്തു നിർത്തേണ്ടതാണ്. പിണങ്ങി പിരിഞ്ഞു പോകലല്ല, മറിച്ച് ഇണങ്ങി അടുപ്പിച്ച് നിർത്തേണ്ടതാണ്. അനിഷ്ടങ്ങളുടെ പൂമാലകളിട്ട് ഒരാളെ അവഹേളിച്ചയക്കുകയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ നൽകി ഇഷ്ടത്തിൻ്റെ താഴ്വരയിലൂടെ കൈപിടിച്ച് നടക്കുകയാണ് ജീവിതം എന്നെനിക്ക് തോന്നാറുണ്ട്. എൻ്റെ തോന്നലുകൾ നിങ്ങളുടെ തോന്നലുകളേക്കാൾ ഒരുപാട് അന്തരമുള്ളതാവാം. ഈ പ്രകൃതിക്ക്, ഇതിലെ സർവ്വചരാചരങ്ങൾക്കും അതിൻ്റേതായ തനതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ പച്ചപ്പും അതിനതിരിട്ട് നിൽക്കുന്ന കാറ്റിനും അതിനോട് ചേർന്ന് നിൽക്കുന്ന സർവനാദങ്ങൾക്കും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുണ്ട്. ഈ കാഴ്ചപ്പാടുകളെ അവഗണിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമാണ്. ആകാശത്ത് കാണുന്ന കരിമേഘങ്ങൾ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ ആത്മാക്കളാണ്. അവ തീർത്തും അസഹനീയമായ രൂപത്തിൽ തമ്മിൽ ചേരുമ്പോൾ, സഹിക്കാത്ത വേദനയാൽ നീറുമ്പോൾ മഴയായി പെയ്യുകയാണ്. എന്നിലേക്ക് വർഷിക്കപ്പെടുന്ന